എടാ, അടുത്ത മാസം എൻ്റെ കോഴ്സ് വരും. അച്ചായ പതുക്കെ ചില ആലോചനയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ തന്നെ. ഓ, അതൊക്കെ നമുക്ക് സെറ്റാക്കാടി. നീ വേഗം വന്നേ. കൊല്ലം 4 കഴിഞ്ഞിട്ട് നിനക്ക് ഒരു മാറ്റവും ഇല്ലടാ ലാലു. മാറ്റമുണ്ടല്ലോ, താടിയൊക്കെ വളർന്നിട്ടില്ലേ? നീ അവിടെ താടിയും വളർത്തി പോസ്റ്റ് ഞാൻ കിണിച്ചോണ്ട് വന്നു. എന്നെ മിക്കവാറും കെട്ടിപ്പോഞ്ഞ ഉടനെ കാനഡയ്ക്ക് വിടും. നീ എന്നാടാ പൊട്ട പിന്നെയും ചിരിക്കുന്നേ? ഞാൻ കാര്യം പറഞ്ഞതാ. സോച്ചൻ അച്ഛൻ കൂടി എന്തോ പ്ലാൻ ഉണ്ട്. നീ അവിടെ ഒരു പണിക്ക് മോടെ നടന്ന അച്ഛൻ നിനക്ക് എന്നെ കെട്ടിച്ചേരുന്നു വിചാരിക്കണ്ട. എനിക്ക് അറിഞ്ഞൂടാ മോളെ എന്നാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീയില്ല എനിക്ക് പറ്റത്തില്ല. ലാലു, എനിക്കുണ്ടാകുന്ന പിള്ളേരെ കൊണ്ട് നിന്നെ അപ്പാന്ന് വിളിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അവരെ കൊണ്ട് അങ്കിളേന്ന് വിളിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോ നീ അവിടെ എന്നാ ഉണ്ടാക്കുവാടാ? അല്ലാടി, ഈ ഗൂഗിൾ പേയിലെ കുറെ കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് നടപ്പുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തൊന്ന് ചരണ്ടി നോക്കുമായിരുന്നു. ഇനി വല്ലതും കിട്ടിയാലോ? ഓ എന്റെ ലാലു. എന്നാടി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഒരു മതി വെച്ചിട്ട് പോടാ. ചതിയാ, എല്ലാം ചതിയാ. എടി, ഇന്നാളെ സോജൻ പറഞ്ഞ ചെറുക്കനില്ലേ, അവൻ്റെ കൂടെ കാനഡയിൽ ജോലിയുള്ളേ, ആ പയ്യൻ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അച്ചായി പറയുന്നുണ്ടായിരുന്നു. കേട്ടെടുത്തോളം നല്ല കുടുംബക്കാരാ. എന്റെ പൊന്നമ്മേ, ഞാനിങ്ങ് വന്ന് കേറിയല്ലേ ഉള്ളൂ. ഒന്ന് ശ്വാസം വിടാനുള്ള സമയം എന്താ? ഷീനെ പിള്ളേ കളിക്കല്ലേ? നീ എത്രാമത്തെ തവണ ഈ മുടക്കം പറയുന്നേ? ഞാൻ ഒരു മുടക്കവും പറയാത്തൊരു കാര്യമുണ്ടല്ലോ. അതിനാ നിങ്ങൾ നോക്കാത്തെ? ഏത് കാര്യം? ദേ ആ കാര്യം. ആ വെള്ളം ഇപ്പോഴേ അങ്ങ് വാങ്ങി വെക്കുന്ന കേട്ടോ ഷീനെ, നിനക്ക് നല്ലത്. ഇടി, ഒരു പണിക്കും പോകാത്ത അവനെ കൊണ്ട് അച്ഛൻ നിന്നെ കെട്ടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ ആ വെള്ളം 2 ചിരട്ട ഇച്ചിരി ചകിരി 4 പുളിമുട്ടി ഒക്കെ കൂടെ വെച്ചങ്ങ് തിളപ്പിക്കാൻ പോവാ. നീ ആ വെള്ളം തിളപ്പിച്ച് വെക്കത്തേ ഉള്ളൂ. ആ ചെറുക്കന് തന്നെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ. അടുത്ത മാസം അവധിക്ക് വരും. ഞങ്ങളൊരു തീയതി തീരുമാനിക്കും. അവിടെ ആരോ വന്നേക്കണ്. ആരാ? അയ്യോടാ, മുന്നറിയിപ്പില്ലാതെ. അയ്യോ, എടി രാമേ, എടി ഇങ്ങോട്ട് വന്നേടി. അവളോട് പറഞ്ഞേക്കണേ. ഇതന്നെ എടുപിടിയെന്ന്. പ്രത്യേകിച്ച് വിശേഷം ഉണ്ടായിട്ടൊന്നുമല്ല. ഇതിലെ പോയപ്പോ വെറുതെ ഒന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. അല്ലടാ, അതെ, അപ്പുറത്ത് തേപ്പാന്റെ മോടെ കല്യാണമാ. രാമേഷിനെ അങ്ങോട്ട് പോയേക്ക. എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. അയ്യോ മടിക്കട്ടെ, നമ്മുടെ വീടാ. വാ മക്കളെ, വാന്നേ. ഞങ്ങളൊരു കുടുംബം പോലെ, അതുകൊണ്ട് 2 ദിവസം അവിടെ തന്നെ എടുത്ത് കഴിഞ്ഞില്ല. ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ സോജന്റെ കൂടെ കാനഡ ജോലി ഷീനയ്ക്ക് പറഞ്ഞു ചെറുക്കനാണ്. രവീന്ദ്രൻ, ഫിലിപ്പ്. എന്നാ സാറിരിക്കും. മോനകത്തിട്ടില്ലേ? അവളകത്തുള്ളത്. എടാ, എന്തെങ്കിലും ഒരു പണി വൃത്തിയാട്ടേ. മോമ്പാ സൂക്ഷിച്ചങ്ങോട്ട് വെക്കാം. ഇപ്രായത്തിൽ ഷുഗറില്ലാത്ത വലിയ ഭാഗ്യം. തേട്ടിരിക്കുന്നു ഒരു ഫാക്ടറിയാ.
മോളും പോലാന്ന് പറഞ്ഞപ്പോ തന്റെ മോൾ ഇവിടുത്തെ ചെക്കന്റെ കൂടെ പൊറുതിന്ന് ഞാൻ അറിഞ്ഞില്ല. എടോ തിണ്ണമെടുക്ക് കാണിക്കാതെ പറഞ്ഞതിൽ വല്ല സത്യമാണോ എന്ന് തന്റെ മോളോട് ചെന്ന് ചോദിക്കും. വിളിച്ചോണ്ട് പോടാ. എടി, ഒന്നുമില്ല. പണ്ടവരെ കൊണ്ട് വേണ്ടാന്നും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനമല്ലോ അല്ലേ? മതി വെറുതെ സമ്പർക്കമൊക്കെ. ആടി. അയ്യോ. അച്ഛാ. ചേട്ടാ, എന്താ ഈ കാണിച്ചത്? ആടി. ചേട്ടാ, അവിടെ കയ്യൊന്ന് വിട്. ചേട്ടാ, എന്താ കാണിക്കുന്നത്? എന്റെ ചേട്ടാ, ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഡി, ഇങ്ങോട്ടടി. വീട്. ഷീന, വീടാ. നീ എന്നെ ഈ കാണിക്കുന്നത്? വീട്. എന്നതാ? അച്ഛാ, അച്ഛനെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ അവനെ കേട്ടത്തുള്ളൂ. അല്ലാണ്ട് ഒരു പന്തല് വന്ന അതിന്റെ അടക്കിന്റെ ആയിരിക്കും. അടക്കാറില്ലാന്ന് ഞാൻ കാണിച്ചു തരാടി. അമ്മ. കാണിച്ചു തരാം. അവിടെ നിൽക്ക്. അച്ഛാ. ഷീന, ചേട്ടാ, അച്ഛാ. ഷീന, ചേട്ടാ, അച്ഛാ. ചേട്ടാ. അച്ഛാ. ഓടി. എന്തൊന്ന് പേറ്റിയിട്ട് വരണം. പേറ്റിയിട്ട് വരണമെന്ന്. മൊത്തം കല്ല വിഷയം കേടാവും. ഓ ഇതിനൊക്കെ എവിടെയാ സമയം? സമയം കൊണ്ട് കേട്ടോ വിഷയം കേടാക്കാനായിട്ട്. നോക്ക്, ജീവിതം മൊത്തം കല്ലുകടിയല്ലേ. സൈക്കിളെ എന്നെ എടുക്കാനാ ബോധവരാണ്ട് പോട്ടെ. അല്ല പിന്നെ ഗോപിയെ, ആരാ? നിങ്ങളുടെ അയൽവക്കത്തേക്ക് ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അയൽവക്കത്തേക്ക് ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട് എന്ന്. റബ്ബർ കിട്ടുന്നത് ഇപ്പൊ കുറ്റമാണോ? ഇത് അതൊന്നും അല്ലെന്നേ, ഇത് മറ്റതാ. മറ്റേ ശരി, വല്ല പന്നിയോ പത്ത വല്ല ജര കാണുമോ? വയറേ അല്ലാത്തൊരു കുടുകുളുപ്പ്. ഇതൊന്ന് പൊടിച്ചു കൊടുത്തേ. വയറ് വയറ്റിന് പിടിക്കാതെ വല്ലതും തിന്നോ? ഇന്നലെ പോലെ തുടങ്ങിയ രാവിലെ 2 പ്രാവശ്യം പോയതാ. ആണോ? ആ, അത് പെട്ടെന്ന് തീർത്തോട്. ഞാനിപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇതേ പൊക്കോ. പോക്കല്ലോടോ ഗോപി, വെള്ളം വിട്ടോ. ഇനി സംഗതി ഒറ്റ ആണോ? ഈ നാട്ടിലിപ്പോ ദൈപ്പാനെ ഒറ്റ ആരാ ഉള്ളേ? അതിനൊന്നും ആയിരിക്കില്ല. ഇവനാണോ? ആര്? ഏയ്, അവരടയും ചക്കരയാന്നേ. അവരെന്താണേലും അങ്ങനെ ചെയ്യല. കോപ്പ അതൊക്കെ പണ്ട്. ഇപ്പൊ പാമ്പും കീരിയാ. എടാ, ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോ ഇറങ്ങി വിട്ടുപോയത് കണ്ടോ അവൻ? എന്തിനാ? തൂറാൻ. എടാ, തേയ്പ്പാനെ ഫോറസ്റ്റുകാർ പിടിച്ചോണ്ട് പോകുന്നത് കാണാൻ. ശ്ശോ. എന്നാലും ഇതൊരു വല്ലാത്ത ചതിയായി പോയി. ഒരു ഗുണമില്ലാത്തവനാ പണ്ടേ. ഈ തേങ്ങായ ഒരു ഗുണമില്ല.